എങ്കിലും ഒരുവിധം ആ നോമ്പെടുക്കാൻ സാധിക്കുമെങ്കിൽ യാത്രയിൽ നോമ്പെടുക്കുന്നത് തന്നെയാണ് ഉത്തമം. ഇൻ കുന്തും തഅലമൂൻ, കുറച്ച് ദിവസങ്ങൾ, കുറഞ്ഞ സമയങ്ങൾ നിങ്ങൾ നോമ്പെടുത്ത് ജീവിക്കണമെന്ന് പറയുമ്പോൾ അത് നിങ്ങൾക്ക് ഖൈറാണ്, നിങ്ങൾക്കത് നല്ലതാണ്, നിങ്ങൾക്കറിയുമെങ്കിൽ. നിങ്ങൾ ഡോക്ടർമാരോട് ചോദിച്ചു നോക്കൂ, നിങ്ങൾ നന്നായി അറിയുന്ന വിവരമുള്ളവരോട് ചോദിച്ചു നോക്കൂ, നോമ്പ് കൊണ്ട് എത്രയാണ് ആരോഗ്യപരമായി ഫലമുള്ളത്, ശരീരത്തിന് എത്രയാണ് ഫലമുള്ളത്. നിങ്ങൾ നോമ്പെടുക്കുന്നത് നിങ്ങൾക്ക് ഖൈറാണ്. ഇൻ കുന്തും തഅലമൂൻ, നിങ്ങൾ വിവരമുള്ളവരാണെങ്കിൽ നിങ്ങൾ നോമ്പെടുക്കുന്നവര് തന്നെ. കാരണം അതിൻ്റെ നന്മകൾ പറഞ്ഞു തീർക്കാൻ കഴിയാത്ത നന്മകളാണ്. അതിനാൽ ശരീരത്തിന്റെ ആരോഗ്യത്തിന് നന്മയുണ്ട്, ആത്മാവിന് നന്മയുണ്ട്, മനുഷ്യന് ഒരുപാട് പാഠങ്ങൾ പഠിക്കാനുണ്ട്. പട്ടിണി കിടക്കുന്നവന്റെ വിഷമം അറിയാൻ അതുകൊണ്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ ശരീരം ആഗ്രഹിക്കുന്ന വിഷയങ്ങളിലേക്ക് ചെന്ന് ചാടാൻ അനുവദിക്കാതെ ശരീരത്തെ പിടിച്ചു വെച്ച് പ്രാക്ടീസാകാൻ, ശരീരത്തെ നിയന്ത്രിച്ച് പഠിക്കാൻ, ശരീരത്തെ നിയന്ത്രിച്ച് ഒതുക്കാൻ, അങ്ങനെ ഒരുപാട് നന്മകൾ ആത്മീയമായി നിങ്ങൾക്ക് നോമ്പെടുക്കുന്നതിലുണ്ട്. നിങ്ങൾക്ക് ശരീരത്തിന്റെ ഇച്ഛകളിൽ നിന്ന് മാറി നിന്ന് ജീവിക്കാനുള്ള പ്രാക്ടീസ് നേടാൻ സാധിക്കും. അള്ളാഹുവിന് വേണ്ടി ഭക്ഷണമൊഴിക്കുന്ന നിങ്ങൾ, അള്ളാഹുവിന് വേണ്ടി വെള്ളമൊഴിക്കുന്ന നിങ്ങൾ, അള്ളാഹുവിന് വേണ്ടി സംസാരം നിയന്ത്രിക്കുന്ന നിങ്ങൾ, അള്ളാഹുവിന് വേണ്ടി സ്വന്തം ഭാര്യയെപ്പോലും അതാ ലൈംഗികമായി ബന്ധപ്പെടാതെ, സ്വന്തം ഭാര്യയെപ്പോലും വികാരത്തോടെ നോക്കാതെ, സ്വന്തം ഭാര്യയെപ്പോലും അതാ പിടിച്ചു ചുംബിക്കാതെ, സ്വന്തം ഭാര്യയെപ്പോലും അതാ മാറ്റി നിർത്തിക്കൊണ്ട് അള്ളാഹുവിന് വേണ്ടി എല്ലാ തടീച്ചകളും ഒഴിവാക്കി, എല്ലാ രസങ്ങളും ഒഴിവാക്കി, എല്ലാ സുഖങ്ങളും ഒഴിവാക്കി പരിപൂർണമായി അള്ളാഹുവിൽ ലയിച്ചു കൊണ്ടെടുക്കുന്ന ഒരു പ്രവർത്തനം. സുബ്ഹാനല്ലാഹ്, മലക്കുകളുടെ സ്ഥാനം. മലക്കുകൾ അങ്ങനെയല്ലേ? അവർക്ക് ഭാര്യമാരുമായുള്ള ബന്ധമില്ലല്ലോ, അവർക്ക് ഭക്ഷണം കഴിക്കലില്ലല്ലോ, അവർക്ക് വെള്ളം കുടിക്കലില്ലല്ലോ, അവർക്ക് മറ്റെന്തെങ്കിലും വേണ്ടാത്ത സംസാരങ്ങളില്ലല്ലോ. അവര് സദാസമയവും ദിക്റുകളിലല്ലേ, ഖുർആനോത്തിലല്ലേ, പലരും അവർ സുജൂദിൽ തന്നെയല്ലേ, പലരും അവർ റുകൂഇൽ തന്നെയല്ലേ, ചിലർ ഇഅ്തിദാലിൽ തന്നെയല്ലേ, ചിലർ നൃത്തത്തിൽ തന്നെയല്ലേ, അവര് ചിലർ തസ്ബീഹ് ഇങ്ങനെ ചൊല്ലുകയല്ലേ, മറ്റു ചിലർ സ്വലാത്ത് ഇങ്ങനെ ചൊല്ലുകയല്ലേ, മഹാന്മാരായ ഔലിയാക്കളെ മദ്ഹ് പറയുകയല്ലേ, അല്ലാഹുവിന്റെ റസൂലിന്റെ മദ്ഹ് പറയുകയല്ലേ, മുഅ്മിനീങ്ങളെ മദ്ഹ് അതാ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. അവരിൽ പലരും മുഅ്മിനീങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയല്ലേ, പാപികളായ മുഅ്മിനീങ്ങളെ ദോഷം പൊറുക്കാൻ വേണ്ടി പടച്ചവനോട് ഇസ്തിഗ്ഫാർ ചെയ്യുകയല്ലേ. മലക്കുകൾ നിങ്ങൾക്ക് വേണ്ടി അതാ പടച്ചവനോട് കാരുണ്യം ചോദിക്കുകയല്ലേ. മലക്കുകൾ മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യാൻ വേണ്ടി മഴയുടെ ഡിപ്പാർട്ട്മെന്റ് ഏൽപ്പിച്ചവർ മഴ എത്തിച്ചു കൊടുത്ത് വെള്ളം എത്തിക്കുകയല്ലേ. ഭക്ഷണത്തിന്റെ ഡിപ്പാർട്ട്മെന്റ് ഉള്ള മലക്കുകൾ അവർ അതാ ഭക്ഷണം ആവശ്യമുള്ള സ്ഥലങ്ങളിൽ എത്തിക്കുന്ന ജോലിയിലല്ലേ. അങ്ങനെ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുക, വേറെയുള്ളവരെ സഹായിക്കുക, എപ്പോഴും മനസ്സല്ലാഹുവിൽ തന്നെ ലയിക്കുക. ആഗ്രഹമുള്ള ഒന്നും തന്നെ നമുക്ക് ആഗ്രഹിക്കുന്ന, നമ്മൾ ആഗ്രഹിക്കുന്ന ഒന്നുമായി ബന്ധപ്പെടാതെ ജീവിക്കുക. ലാ യസൂനല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുമറൂൻ. ജീവിതം മുഴുക്കെ കൽപ്പിച്ചതിൽ ലയിക്കുന്നു, വിരോധിച്ചതൊഴിക്കുന്നതിൽ ലയിക്കുന്നു. ഇതല്ലേ മലക്കുകളുടെ ജീവിതം. ആ മലക്കുകളുടെ ജീവിതമാണ് യഥാർത്ഥത്തിൽ നോമ്പുകാരന്റെ ജീവിതം. ഭക്ഷണമില്ല, വെള്ളമില്ല, സുബ്ഹാനല്ലാഹ്, നാവ് കൊണ്ട് അനാവശ്യം പറയലില്ല, എപ്പോൾ നോക്കിയാലും ഖുർആൻ, എപ്പോൾ നോക്കിയാലും ദിക്റ്, എപ്പോൾ നോക്കിയാലും സലാത്ത്, എപ്പോൾ നോക്കിയാലും സാധുക്കൾക്ക് പിരിവെടുത്തു കൊടുക്കൽ, സാധുക്കളെ സഹായിക്കൽ, പാവപ്പെട്ടവർക്ക് വേണ്ടി സംസാരിക്കൽ, അതാ സുബ്ഹാനല്ലാഹ് ദീനിന്റെ പ്രവർത്തനങ്ങൾ ഉണ്ടാക്കൽ, ദീനിന്റെ കാര്യങ്ങൾ പ്രവർത്തിക്കൽ, അങ്ങനെ തുടങ്ങി എപ്പോൾ നോക്കിയാലും അള്ളാഹുവിന്റെ വീട്, ആ വീടുമായുള്ള ബന്ധം. അത്യാവശ്യത്തിന് മാത്രമേ അവൻ അങ്ങാടിയിൽ പോകുന്നുള്ളൂ, അത്യാവശ്യത്തിന് മാത്രമേ അവൻ വീട്ടിൽ തന്നെ ഇരിക്കുന്നുള്ളൂ, അത്യാവശ്യത്തിന്
അത്യാവശ്യത്തിന് മാത്രമേ അവൻ മറ്റുള്ള കാര്യങ്ങളിൽ പോകുന്നുള്ളൂ. ഞാൻ അള്ളാഹുവിന് ജീവിതം സമർപ്പിച്ചൊരു മാസമാണിത്, ഞാൻ അള്ളാഹുവിൽ ലയിക്കുന്നൊരു മാസമാണിത്, ഞാൻ മലക്കുകളുടെ മർത്തബയിലേക്ക് ഒരു ചുരുങ്ങിയ സമയം നിൽക്കുന്നൊരു സന്ദർഭമാണിത് എന്ന നിലയ്ക്ക് വേണ്ടാത്തതെല്ലാം അങ്ങൊഴിച്ചു, സൽക്കർമ്മങ്ങളിൽ തന്നെ അങ്ങ് ലയിച്ചു. അങ്ങനെ മലക്കുകളുടെ സ്ഥാനത്തേക്ക് ഉയരുന്ന വിധത്തിൽ മനുഷ്യൻ പ്രവർത്തിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അമല് അതാണല്ലോ നോമ്പ് സഹോദരന്മാരെ. അതുകൊണ്ട് തന്നെയാണ് നോമ്പിനെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആൻ പ്രത്യേകം പറഞ്ഞത്, പ്രത്യേകം എടുത്തു പറഞ്ഞത്, അന്തസൂമു ഖൈറുൽ ലക്കും ഇൻ കുൻതും തഅലമൂൻ. നിങ്ങൾ നോമ്പെടുക്കുകയാണോ നിങ്ങൾക്കത് ഖൈറാണ്. ഇൻ കുൻതും തഅലമൂൻ, നിങ്ങൾ നോമ്പെടുക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഖൈർ മാത്രമാണ്, നിങ്ങൾ നോമ്പെടുക്കുന്നവരാവുകയും ചെയ്യും. ഇതൊക്കെ കൂടി പറയുമ്പോ 24 മണിക്കൂറും ഇങ്ങനെ ശരീരത്തെ ഹലാലായ വിഷയങ്ങളിൽ നിന്ന് പോലും, ഭക്ഷണത്തിൽ നിന്ന് പോലും, വെള്ളത്തിൽ നിന്ന് പോലും, ഭാര്യയുമായി ബന്ധപ്പെടുന്നതിൽ നിന്ന് പോലും നിർത്താൻ മാത്രം മലക്കുകളെപ്പോലുള്ള പ്രകൃതിപരമായ ശക്തി നമുക്കില്ലല്ലോ. നമ്മൾ മനുഷ്യരല്ലേ. ഖുലിഖൽ ഇൻസാനു ദഈഫ, മനുഷ്യൻ ദുർബലനായി പടക്കപ്പെട്ടവനാണല്ലോ. നമ്മളെ കൊണ്ട് മലക്കുകളെ പോലെ കഴിയോ? അത് കഴിയില്ലെന്ന് അർഹമുർ റഹീമിനായ അള്ളാഹുവിനറിയാം. നിങ്ങളെ കൊണ്ടങ്ങനെ 24 മണിക്കൂറും ക്ഷമിച്ചു നിൽക്കാൻ കഴിയൂല, മലക്കുകളെ സ്ഥാനം കൈവരിക്കാൻ കഴിയൂല. അതുകൊണ്ട് തന്നെ ഉഹില്ല ലക്കും ലൈലത്തസ് സിയാമിർ റഫസു ഇലാ നിസായികും ഹുന്ന ലിബാസുൽ ലക്കും വഅൻതും ലിബാസുൽ ലഹുന്ന അലിമല്ലാഹു അന്നകും കുന്തും തഖ്താനൂന അൻഫുസകും ഫതാബ അലൈക്കും വഅഫാ അൻകും ഫൽആന ബാസിറൂഹുന്ന വബ്തഗൂ മാ കതബല്ലാഹു ലക്കും വകുലൂ വശ്റബൂ ഹത്താ യതബയ്യന ലക്കുമുൽ ഖൈത്തുൽ അബ്യദു മിനൽ ഖൈത്തിൽ അസ്വദി മിനൽ ഫജ്ർ ثم أتموا الصيام إلى الليل ولا تباشروهن وأنتم عاكفون في المساجد تلك حدود الله فلا تقربوها كذلك يبين الله آياته للناس لعلهم يتقون. കാരുണ്യവാനായ റബ്ബ് നമ്മോട് പറയുന്നു, നോമ്പിന്റെ രാത്രികളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യമാരുമായി ബന്ധപ്പെടുന്നത് അനുവദിക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങൾക്ക് രാത്രികളിൽ ഭാര്യമാരുമായി ബന്ധപ്പെടുന്നത് നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്നു. ആ ഭാര്യമാരെന്ന് പറയുന്നത് നിങ്ങളെ ജീവിതത്തിൽ ദാമ്പത്യ ജീവിതം നയിക്കുന്ന വൈവാഹിക ജീവിതത്തിലേക്ക് കടന്നൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം സുബ്ഹാനല്ലാഹ്, ഭാര്യമാർ നിങ്ങളുടെ വസ്ത്രങ്ങളാണ്, നിങ്ങൾ അവരുടെയും വസ്ത്രങ്ങളാണ്. നിങ്ങൾക്കുള്ള ന്യൂനതകൾ മറച്ചു വെക്കേണ്ടത് അവരാണ്, അവരുടെ ന്യൂനതകൾ മറച്ചു വെക്കേണ്ടത് നിങ്ങളാണ്. സുബ്ഹാനല്ലാഹ്, അവർക്കൊരു ന്യൂനത വരാത്ത രൂപത്തിൽ അവരെ നിയന്ത്രിക്കേണ്ടതും അവരെ തൃപ്തിപ്പെടുത്തേണ്ടതും അവരൊരു തെറ്റിലേക്ക് വഴുതിപ്പോകാതെ അവരെ ജീവിതം സംസ്കരിക്കേണ്ടതും നിങ്ങളാണ്. നിങ്ങളുടെ ജീവിതത്തിൽ തെറ്റുകൾ വരാതെ നിങ്ങളെ സംസ്കരിക്കേണ്ടതും നിങ്ങളെ മറച്ചു വെക്കേണ്ടതും നിങ്ങൾക്ക് സംരക്ഷണം നൽകേണ്ടതും അവരാണ്, അവർക്ക് നിങ്ങളാണ്, ഒഴിച്ചുകൂടാൻ പറ്റാത്തവരാണ്. ഹുന്ന ലിബാസുൽ ലക്കും വഅൻതും ലിബാസുൽ ലഹുന്ന അലിമല്ലാഹു അന്നകും കുന്തും തഖ്താനൂന